ഹായ് എവ്രിവൺ, വെൽക്കം ടു യുവർ ന്യൂട്രി ഡോക്. ഡെലിവറി കഴിഞ്ഞ് എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും പാല് കൊടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾ വർക്കിംഗ് ആണ്, കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോഴെങ്ങനെയാണ് മിൽക്ക് ഫോർമുലാസും പൗഡറും ഡിപ്പെൻഡ് ചെയ്യാതെ പാല് കൊടുക്കാൻ പറ്റുക? ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ലാസിമയാണ്. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ. ഡോക്ടർ, യൂഷ്വലി 2 hours കൂടുമ്പോൾ പാല് കൊടുക്കണം എന്നാണല്ലോ റൂൾ, അങ്ങനെയാണല്ലോ. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ പാല് കൊടുക്കാൻ ലേറ്റ് ആയാൽ, ഒരു 4-5 hours ലേറ്റ് ആയാൽ, യൂഷ്വലി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്, പാല് ഫസ്റ്റ് വരുന്ന പാല് കേടായിട്ടുണ്ടാവും, അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കുട്ടിക്ക് പാല് കൊടുക്കാൻ, അല്ലെങ്കിൽ കേടാണ്. ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഒരുപക്ഷെ വർക്കിംഗ് ലേഡീസ് ആയിരിക്കാം. ഇനി അതുമല്ലാതെ ഇപ്പോൾ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ സർജറി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫീഡിങ് കുറച്ച് ഡ്യൂറേഷൻ ഇടേണ്ടി വന്നു, അല്ലെങ്കിൽ അമ്മക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് കുറച്ച് ഡ്യൂറേഷൻ ഇടേണ്ടി വന്നു. അപ്പോൾ ഡേയ്സ് പോകെ ചിലർ പക്ഷേ നമുക്ക് പിഴിഞ്ഞ് കളയേണ്ടി വന്നിട്ടുണ്ടാവാം. അതായത് കുഞ്ഞിന് ഒട്ടും ഫീഡ് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും പ്രശ്നം, അവർക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയുന്നത് ഒരുപക്ഷെ എക്സ്പ്രസ് ചെയ്തിട്ട് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അതല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബ്രസ്റ്റ് മിൽക്ക് പമ്പ് യൂസ് ചെയ്തിട്ടോ ഐദർ ഹാൻഡ് എക്സ്പ്രഷൻ വഴിയോ എക്സ്പ്രസ് ചെയ്ത് അത് പമ്പ് ചെയ്യുന്നതായിരിക്കും, സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല മെത്തേഡ്. ഈ ബ്രസ്റ്റ് മിൽക്ക് പമ്പിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അതെ, ആക്ച്വലി അതിന് ശരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? അല്ലല്ല, ഇപ്പോഴത്തെ അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് പല എക്യുപ്മെൻറ്റ്സും പല അഡ്വാൻസ്ഡ് ആയിട്ട് പല ടെക്നോളജിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരമ്മ കണ്ടിന്യൂസ് ഫീഡിങ് ആയിരുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കോണ്ടാക്ട് നാപ്പിങ്ങോ ക്ലസ്റ്റർ ഫീഡിങ്ങോ ആയിട്ടുള്ള ഒരു ബേബിയാണ്, അമ്മക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പമ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ബൈസ്റ്റാൻഡറോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണോ ഉള്ളത് അവരുടെ അടുത്ത് പറയാം, കുഞ്ഞിന് അടുത്ത ഫീഡ് നിങ്ങൾ കൊടുക്കൂ, എന്നാൽ ആ അമ്മക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ബോട്ടിലാക്കി ആണോ കൊടുക്കുക? അതെ, ബോട്ടിൽ ഫീഡിനേക്കാളും ഇപ്പോൾ ഈ പാലട പാത്രം എന്നൊക്കെ പറഞ്ഞ് ഗോകർണത്തിന്റെ ഷേപ്പിലുള്ള അതിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. കാരണം കുഞ്ഞ് കുറച്ചുകൂടെ ആ ഒരു ഫ്ലോ കമ്പയറിങ് ടു ബ്രസ്റ്റ് എന്ന് വരുന്നത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം നമ്മളിപ്പോൾ ബോട്ടിൽ ഫീഡ് ആകുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ കുട്ടിയുടെ അവിടെ സക്കിങ് പ്രശ്നം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഐദർ കോരി കൊടുക്കാം, എഡ്ജ് ഇല്ലാത്ത സ്പൂൺ. നല്ലതല്ലേ? അതാണ് ആക്ച്വലി ഈ ഫീഡിങ് ബോട്ടിലിനേക്കാളും നല്ലത് ഇതോ സ്പൂൺ ഫീഡോ ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. ഇനി ഒട്ടും വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ ഫീഡ് കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല, നമ്മളത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു യങ് മദറിന് എത്ര നാള്, എങ്ങനെയൊക്കെയാണ് ആ സ്റ്റോറേജ് മെത്തേഡിന്റെ ഓപ്ഷൻ, എത്ര നാള് നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് കേടാവാതിരിക്കും? അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 3 to 4 hours ഒരിക്കലും നമുക്ക് ഉണ്ണിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളത് ഫ്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. കുറേ കാലം ഇരുന്നോളൂ. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലത്തെ ഒരു ക്ലൈമറ്റിൽ 2-3 hours ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ 2-3 hours വരെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെ, ഇപ്പോൾ നമ്മൾ മിക്കവാറും അലട്ടുന്ന പ്രശ്നമായിരിക്കും സൂൺ ആഫ്റ്റർ ഡെലിവറി, ഏതെങ്കിലും എക്സാമോ മറ്റോ ഉണ്ടാവും, ഏതെങ്കിലും സെമിനാർ. അപ്പോൾ നമുക്കത് എക്സ്പ്രസ് ചെയ്ത് അവിടെ വെച്ചാൽ തന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ പുറത്ത് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ചൂടും അതും മാറുന്നതുകൊണ്ട് നാശമായി പോകാം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അങ്ങനെ വൺസ് നമ്മൾ ഫ്രീസ് ചെയ്തു, ആ ഫ്രീസ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കണം, മെത്തേഡ് എന്താണ്? ഫ്രീസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു 4 days ഒക്കെ മാക്സിമം ഏറ്റവും നല്ലത് അതാ, 4 days നമ്മൾ യൂസ് ചെയ്ത് പോകാന്നുള്ളത്. ഇപ്പം നമ്മൾ ആദ്യം ഏതാണോ സ്റ്റോർ ചെയ്ത ബാഗ് അത് യൂസ് ചെയ്യാൻ നോക്കുക. അതായത് ഫസ്റ്റ് ഉള്ളത് നമ്മളിപ്പോൾ വെച്ചു അതന്നെ എടുക്കാതെ ആദ്യം ഏതാണോ വെച്ചത് ആ ബാഗ് യൂസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന്, അത് ഫസ്റ്റ് പോയിന്റ് അല്ലേ? ഫസ്റ്റ് പോയിന്റ് അതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പിന്നെ നമ്മളത് ഇപ്പോൾ ബോയിൽ ചെയ്യണോ, ഇതെങ്ങനെ കൊടുക്കാന്നുള്ളത്, അപ്പൊ അത് നമ്മളൊരു റണ്ണിങ്, അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ പോകുന്ന അത് ജസ്റ്റ് ഒഴിച്ച് അതിന്റെ തണുപ്പ് വിട്ട് അതിനൊരു വാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബേബിക്ക് അതൊരു സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കുടിക്കാൻ പറ്റും. അല്ലാതെ അത് തിളപ്പിച്ച് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് പുറത്ത് വെച്ച മിൽക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ വിട്ടുണ്ടാവില്ലേ, തണുത്ത് പോയിട്ടുണ്ടാവുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വാമത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണ്ണി കുടിക്കുന്നുണ്ടാവും. അതുപോലെ റീഫ്രീസ് ചെയ്യാം? ഇല്ല, റീഫ്രീസ് ചെയ്യാതിരിക്കുക. വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അത് എടുത്ത് വെക്കേണ്ട കാര്യമാണ് ഡോക്ടറെ. ഈ ഹാൻഡ് എക്സ്പ്രഷൻ ആഫ്റ്റർ ഡെലിവറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ പറയും ഈ ഹോസ്പിറ്റൽ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളൊരു ബ്രസ്റ്റ് മിൽക്ക് പമ്പ് വെച്ചോളൂ എന്ന്. അതായത് ഹാൻഡ് എക്സ്പ്രഷൻ വഴി നന്നായിട്ട് മിൽക്ക് ഇജക്ഷൻ ഉണ്ടാകും. ഉണ്ണി അതും പലരുടെ ഒരു ഡൗട്ടാണ് എന്ന് വെച്ചാൽ സക്കിംഗ് റിഫ്ലെക്സിലൂടെയാണ് മിൽക്ക് ഉണ്ടാവണേ. നമ്മൾ ഇത്രയും ഈ വീഡിയോസിലൂടെ എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഹാൻഡ് പമ്പ് ഉപയോഗിച്ചിട്ടും സെയിം സക്കിംഗ് റിഫ്ലെക്സ് നമ്മളെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തെടുക്കാൻ നോക്കുക. അതായത് ഫസ്റ്റ് 3 days നമുക്ക് എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് നമ്മളത് ഉണ്ണി ചിലപ്പോൾ സക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കാം. അപ്പോൾ ആ സമയത്ത് ഉണ്ണിയുടെ സക്കിങ് അല്ലാതെ നമ്മൾ ഹാൻഡ് എക്സ്പ്രഷൻ വഴി ഒരു ചെറിയൊരു എന്തെങ്കിലും കാരിയർ വെച്ചിട്ട് അതിലേക്ക് എടുത്ത് പോകെ നമുക്ക് പ്രൊഡക്ഷൻ, അതായത് ഇജക്ഷൻ കൂടി വരും. മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ഇജക്ഷൻ കൂടുള്ളൂ. അത് ആ പോയിന്റ് അത് ഹാൻഡ് എക്സ്പ്രഷൻക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം നമുക്ക് പെയിൻ കുറക്കും. നമ്മുടെ ഹാൻഡ് കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെയിൻഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. പമ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ചുകൂടെ കംഫർട്ട് ആക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണ്. സോ എല്ലാ വ്യൂവേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സിക്കാണെങ്കിൽ, നിങ്ങൾക്ക് വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് അമ്മയുടെ ഹെൽത്തിനും ഒരു കംഫർട്ട് കൊടുക്കും, കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ് ന്യൂട്രിഡോക് ഫോർ അനദർ ഹെൽപ്ഫുൾ വീഡിയോ.